എന്താണ് വക്കീലെ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. പ്രണയം നടിച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം റിയാലിറ്റി ഷോ താരവും മോഡലുമായിട്ടുള്ള ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പാലാരിവട്ടം പോലീസാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. അതിന് പിന്നാലെയാണ് ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഷിയാസ് കരീം പരാതിക്കാരിയുമായി നടത്തിയതായി പറയുന്ന ശബ്ദ സന്ദേശങ്ങളാണിത്. എന്തായി പരിപാടി? ഇതിൽ ജിമ്മിന്റെ നവീകരണത്തിനായി പണം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം പലപ്പോഴായി ഷിയാസ് കരീം പണം ചോദിക്കുന്നുണ്ട്. കൂടാതെ യുവതിയുടെ സുഹൃത്തിനോട് പണം ചോദിക്കാൻ ഷിയാസ് കരീം അതിൽ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല പണം അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് നൽകണമെന്ന ആവശ്യം ഷിയാസ് കരീം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വൃത്തികെട്ട ഏർപ്പാട്. എന്നാണുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാ മതി, അല്ലെങ്കിൽ പണി പാടും. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ല. ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയില് അത് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തേ ഉള്ളൂ. അത് ഓക്കെ ആവാൻ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. എന്തായാലും അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ ട്രാൻസ്ഫർ. അപ്പൊ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ, ഈ പണി പാളും മക്കളെ. കൂടാതെ ബന്ധം പുറത്തറിയരുത് തുടങ്ങിയ കാര്യങ്ങളും ഈ ശബ്ദ സന്ദേശത്തിൽ ഉണ്ട്. എന്തായാലും ഈ ശബ്ദ സന്ദേശങ്ങൾ അടക്കമാണ് യുവതി പോലീസിൽ പരാതിയായി നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പോലീസ് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? പ്രധാനമായും പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രണയം നടിച്ച് ലക്ഷങ്ങൾ തട്ടി, അതോടൊപ്പം അശ്ലീല ദൃശ്യങ്ങളടക്കം പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. എന്റെ പ്രേമശങ്കര, നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചു, സാമ്പത്തിക വഞ്ചന, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ്. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്തും നേരിടാൻ തയ്യാറായിരിക്കും. പാർട്ടി ഓഫീസിലേക്കല്ലേ? അല്ല, സൂര്യനെല്ലിയിലേക്ക്. വണ്ടി വിടറാ.